പ്രേക്ഷകരൊക്കെ കുടുകുട ചിരിപ്പിക്കാൻ ഇനി ചെമ്പനീർ പൂവ്. അതെ പ്രേക്ഷകർ, ഇനി കുറച്ച് നാളത്തേക്ക് ആ ഒരു കണ്ണീർ രംഗങ്ങൾക്ക് വിട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ചന്ദ്രമതി ഭയങ്കര വാശി പിടിക്കുന്നുണ്ട്. ശ്രീകാന്തും വർഷയും വീട്ടിൽ തിരിച്ചു വരാതെ താൻ ഒരു ഗ്ലാസ് വെള്ളമോ ഒരിറ്റ് ഭക്ഷണമോ ഒന്നും കഴിക്കില്ല എന്ന്. ഈ ഒരു വാശിയുടെ പുറത്ത് നമ്മുടെ സച്ചിയാണെങ്കിലോ ഒരു കിടുക്കാച്ചി ബിരിയാണിയൊക്കെ മേടിച്ച് ഡൈനിങ് ടേബിൾ മൊത്തം വാടലേക്ക് നിരത്തി അങ്ങോട്ട് ഫുള്ള് ബിരിയാണിയും മുട്ട പുഴുങ്ങിയതും പപ്പടമൊക്കെ ഇട്ട് സെറ്റാക്കുക. നല്ല ചിക്കൻ വറുത്തതും ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ നിക്കക്കള്ളിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് കിട്ടിയ പ്രസാദമാണെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ വിളിച്ച് കൂകുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അറിയിക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണോ, ബിരിയാണിയുടെ മണം കേട്ടിട്ട് ഒരു നിക്കക്കളി ഇല്ലാട്ടോ. ഇനി അവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ സമരം പൊളിഞ്ഞടങ്ങുമോ എന്നാണ് അറിയേണ്ടത്. അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്രുതിക്ക് നമ്മുടെ ചന്ദ്രമതി അടിക്കടി മറുപടികളും തിരിച്ചടികളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി, ഇനി ആരെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ ജീവിതം കോഞ്ഞാട്ടയാണ്, അടുത്ത രേവതിയായിട്ട് താൻ മാറും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കൂട്ടുകാരത്തി നമ്മുടെ മീരയുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് വീണ്ടും നമ്മുടെ ബീരാനിക്ക് ഇറക്കുകയാണ്. ഇത്തവണ നമ്മുടെ ബീരാനിക്ക് പുതുപുത്തൻ കാറിലൊക്കെ ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? ആദ്യം ജസ്റ്റ് ആണ് മിസ്സായത് നമ്മുടെ ബീരാനിക്കയുടെ കള്ളത്തരം പൊളിയാതിരുന്നത് അല്ലെ? ഇത്തവണ ഇനി അതെങ്ങാനും പൊളഞ്ഞടങ്ങിയാൽ പിന്നെ തീർന്ന് ശ്രുതി ആ വീട് വിട്ട് പോകേണ്ടതേ നിവൃത്തി ഉണ്ടാവുള്ളൂ. എന്തായാലും കാത്തിരുന്നതന്നെ കാണാട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. കാത്തിരുന്നതന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.